വിടവാങ്ങുന്നേ. നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തം, ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ അവരെയെല്ലാം രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചു പോയിരിക്കുന്ന വ്യക്തികൾ, അവരെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാ ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നത് എവിടേക്കാ? ഉദ്ധിതരായ കർത്താവിന് മുമ്പിലേക്ക് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചെല്ലുക. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടണം. അല്ലാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന് വചനം പറയുക. നമ്മൾ ചെന്ന് കഴിയുമ്പോ ഇതാ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ചെയ്ത ഈ ജീവന്റെ ഗ്രന്ഥം അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ ജീവന്റെ ഗ്രന്ഥം നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും, മരിച്ചു ചെന്നിരിക്കുന്ന ഈ വ്യക്തി, ആ വ്യക്തി ചെയ്തിരിക്കുന്ന നന്മ പ്രവർത്തികൾ 50,000 ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ 50,000 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീവന്റെ ഗ്രന്ഥത്തിൽ. എന്നാൽ അതേപോലെ തന്നെ കാണും 5000-ഓളം നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടാതിരിക്കുവാൻ നമ്മൾ ചെയ്തിരിക്കുന്ന ചില മേഖലകൾ, അതും അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് ആർക്കാ പ്രവേശിക്കാൻ സാധിക്കുക? സ്വർഗത്തിലേക്ക് അശുദ്ധമായതൊന്നും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം ഇത് അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുമെന്ന് വചനം പറയുമ്പോ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, അവരും ഇവരും ഒന്നുമല്ല, തമ്പുരാൻ കർത്താവല്ല നമ്മെ നരകത്തിലേക്കും ശുദ്ധീകരണത്തിലേക്ക് തള്ളിയിടുന്നത്. മറിച്ച് നമ്മൾ തന്നെ തീരുമാനിക്കുക, ഏതാണ് എനിക്ക് അർഹതപ്പെട്ട സ്ഥലം.